Hey, hello, welcome back to my YouTube channel. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന്. നല്ല വെതറാണ്. ഞാൻ ഇപ്പോൾ പുറത്തോട്ട് വന്നേക്കുക. നല്ല ഈവനിങ്. പിന്നെ അനീഷ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അനീഷിന് മുടി കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ജസ്റ്റ് പുറത്തോട്ട് വന്നു. നല്ല ക്ലൈമറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സോബീസ് കടയിലും കൂടെ പോകണം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അനീഷ് ഇപ്പോൾ ജോലി കഴിഞ്ഞ് എന്നെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അനീഷ് എപ്പോഴും മുടി വെട്ടാൻ വരുന്നത് ഈ ടോപ്പ് കട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ, ടോപ്പ് കട്ട് എന്ന് പറഞ്ഞ കടയിലാണ് കേട്ടോ. അനീഷ് മുടി വെട്ടാൻ വേണ്ടി പോയി. വിന്ററൊക്കെ കഴിഞ്ഞ് നല്ലൊരു ക്ലൈമറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതേ പാഡിയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഒരു സമ്മർ വൈബൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിഷ്ടായി. എനിക്ക് ഇങ്ങനെ നീ വെട്ടുന്നത് എനിക്കിഷ്ടം. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടുവേ. ചൊള്ളനായിട്ടുണ്ടല്ലോ. ഇതിടും ഞാൻ. അങ്ങനെ ജോലി കഴിഞ്ഞ് വന്ന് മുടി വെട്ടി. നീ മുടി വെട്ടണ കണ്ടപ്പോ എനിക്കെന്നാ എന്റെ മുടിയുടെ സൈഡും കൂടെ വെട്ടണം തോന്നുന്നുണ്ട്. ഞാൻ എന്റെ മുടി വെട്ടിക്കണം, ലോങ് ലേസ് വെട്ടിക്കണം എന്ന് പറഞ്ഞ് വരാനിരുന്നത് ഈ ഒരു സലൂണിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ച സലൂണിലാട്ടോ എനിക്കൊന്ന് എൻ്റെ മുടി ലോങ് ലേസ് കട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വരാൻ വേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ വീട്ടിലും പ്രത്യേകിച്ച് അമ്മയ്ക്ക് പിന്നെ അനീഷിനൊന്നും ഞാൻ മുടി വെട്ടിക്കളയുന്നത് തീരെ താല്പര്യമില്ല. അപ്പോൾ ഇന്ന് അനീഷ് മുടി വെട്ടണം കണ്ടപ്പം എനിക്കൊരു കൊതിയായി, എനിക്കൊന്ന് മുടി വെട്ടണം. അപ്പോൾ എൻ്റെ മുടിയുടെ ആ ഒരു എൻഡ് ഒന്ന് ഇച്ചിരി വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, നമുക്ക് വേറെ ദിവസം. ഇപ്പോൾ സമ്മർ വരുവാണ്. അപ്പോൾ സമ്മറിലൊക്കെ മുടിയൊക്കെ അഴിച്ചിട്ട് നടക്കണമെങ്കിൽ കുറച്ച് നല്ല ലോങ് ലെയേഴ്സൊക്കെ വേണമെങ്കിൽ അവിടെ പോയിട്ട് ഒന്നുകൂടെ അപ്പോയിൻമെൻ്റ് ഇട്ട് നോക്കാം കിട്ടുമോയെന്ന്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സെമിട്രി ആണ് കേട്ടോ. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. സെമിട്രി ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ ഒരു സാത്താനൊക്കെ ഉണ്ട് കേട്ടോ. സാത്താൻ നല്ലത് വേറെന്താ സാധനം തോന്നുന്നത്. കുറച്ച് സ്കേറി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാ നല്ല രസം. സൂം ചെയ്ത് അതിരിക്കണേ. എന്നാ നല്ല രസമുള്ള മരങ്ങളും പിന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, ഈ മരമൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമാണെന്ന് നോക്ക്. ഇതിനൊക്കെ നല്ല പ്രായം ഉണ്ടാവുമായിരിക്കും അല്ലേ? അത് നോക്ക്, നല്ല രസമല്ലേ ഈ മരം കാണാൻ. അപ്പോൾ ഇവിടെ തന്നെയാണ് ചെറി ബ്ലോസം. ഒരു മരമാണോ 2 മരം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ കഴിഞ്ഞ വർഷം നല്ലതായിട്ട് പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു. ചെറി ബ്ലോസം വന്നിട്ടുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സാറ്റർഡേ വന്ന് നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാം. യെസ്. ഓ, ഞാൻ കണ്ണട വെച്ചേക്കണാറിനെ എനിക്ക് കളർ മനസ്സിലായില്ല. ഓ മൈ ഗോഡ്,
എന്ത് രസമുള്ളേ. നമുക്ക് ഈ സാറ്റർഡേ വന്നിട്ട് നല്ല ഫോട്ടോസ് എടുക്കാം. നമ്മളിപ്പം റെഡി ആയിട്ടൊന്നും അല്ല വന്നത്, ഓഫീസൊക്കെ കഴിഞ്ഞ് നല്ല ടയേർഡ് ലുക്കിലാണ്. അപ്പം നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നന്നായി ഒരുങ്ങി വന്ന് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാം. കഴിഞ്ഞ വർഷം മഞ്ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും കൂടിയിട്ട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓ, മേളിക്കൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നു. കറക്റ്റ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ചെറി ബ്ലോസം കാണാൻ നല്ല ഭംഗി. ഇവിടുത്തെ പിങ്ക് കളറാണ് കേട്ടോ. നോക്ക്, സോ ഗുഡ്. നമ്മൾ ഈ സോബീസിലാണ് കേട്ടോ. ജസ്റ്റ് മുട്ട തീർന്നാലോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പെട്ടെന്ന് വരാൻ പറ്റിയത്. നമ്മുടെ വീട് ആ കാണുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ വരാറുണ്ട്. ഇപ്പം ഞാൻ മുട്ട തീർന്നു, പിന്നെന്താ, മുട്ട മാത്രമേ ഉള്ളൂ മേടിക്കാനാണ് സർവീസിലെത്തിയത്. നല്ല സൂര്യൻ സൺസെറ്റ് ടൈമാണ്. നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം സബ്വേയുടെ മേളിലുള്ളൊരു പാലമാണ്, അതിൽ കൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത്. നമ്മൾ പാല് മേടിച്ചു, പിന്നെ മുട്ടയും മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന തിരിച്ച് വീട്ടിൽ എത്തിയിട്ടോ. കണ്ണടച്ചാൽ എനിക്ക് എന്തോ ഗിഫ്റ്റ് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചാൽ മതിയോ? യെസ്, കണ്ണടച്ച്. I'm not a Kit Kat fan. ഞാൻ തന്നതല്ലേ. താങ്ക് യു. ഹലോ ഗായ്സ്, ഞാൻ ഇന്നലെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. ഒരു ഈവനിങ് വ്ളോഗെന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആയി. സോ കുഴപ്പമില്ല, നമുക്ക് പിറ്റേ ദിവസത്തെ ഈവനിങ് ആണിത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഈവനിങ് പുറത്തോട്ട് ഇറങ്ങി. അനീഷ് ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരും. അപ്പോൾ ഇവിടെ അടുത്ത് ഒരു വിന്നേഴ്സ് ഉണ്ട്. അപ്പോൾ വിന്നേഴ്സിൽ ഒരു റഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമുക്കത് റിട്ടേൺ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാനത് കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റിട്ടേൺ ചെയ്യണം. പിന്നെ എനിക്ക് എന്താ പെട്ടെന്ന് ഒരു ബർഗർ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി. ഏത് ബർഗർ കഴിക്കുമെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഒളിഞ്ഞു വെക്കുക. അതൊന്ന് പുറകോട്ട് ഇടിക്കുമെന്ന് വിചാരിച്ചു. കൊറേ നേരമായോ ജോലി ചെയ്ത്? ഓ, അത് ഓപ്പൺ ആയിരിക്കില്ല. പുറത്തുകൂടെ തന്നെ പോണം.
അങ്ങനെ ഉണ്ടായിരുന്നു അന്ന് തിരക്കായിരുന്നു. ഞാൻ പറയുമായിരുന്നു, ഞാൻ ഇന്നലെ തുടങ്ങിയത് ഈവനിങ് വ്ളോഗ്. പക്ഷെ ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് അത് പിറ്റേ ദിവസം അടുത്ത വ്ളോഗായി. ഇന്നലെ മുടിയൊക്കെ പൊട്ടലൊന്നും ആയിട്ടില്ല. ഓ നല്ല രസമുണ്ട്. അപ്പൊ നമ്മളുടെ വിന്നേഴ്സിൽ വിന്നേഴ്സിൽ വന്നതാണ്. നമ്മൾ വിന്നേഴ്സിന്റെ ഈ ഒരു റഗ്, ഓ മൈ ഗോഡ്, ഒരു കൊച്ചു കിടന്ന് ഭയങ്കര കറച്ച. അപ്പൊ നമ്മള് വിന്നേഴ്സിൽ ഈ റഗ് റിട്ടേൺ ചെയ്യാൻ വന്നാട്ടോ. അവരെടുക്കുമോന്ന് അറിയില്ല, എന്നാലും പോയി നോക്കാം. പിന്നെ നിനക്ക് എടുക്കണ്ടേ? അല്ല, നിനക്ക് പാന്റ് എടുക്കണമെന്ന് പറഞ്ഞില്ലേ? ആ നോക്കാം. ഇവിടെ ഈ വിന്നേഴ്സിൽ പുതിയതായിട്ട് ഹോം സെന്ററും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറേ നമുക്ക് കണ്ടു നടക്കാൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് എഗ്ലിംഗ്ടൺ സെന്ററിലുള്ള വിന്നേഴ്സാണ് കേട്ടോ. നേരത്തെ ഇവിടെ ഡ്രസ്സും അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹോം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പുതിയതായിട്ട് വന്നാണ് ഹോം. എടാ അവിടെയാടാ, കയറി വരുമ്പോ തന്നെ അവിടെയായിരുന്നു. ആ, അപ്പൊ നമുക്ക് റിട്ടേൺ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം ഉണ്ടോ മേടിക്കാനൊന്ന്. അതെന്താ? ഓ ഇതിന്റെ ഇതാ. മിറർ കണ്ടാ പിന്നെ എവിടെയാണെങ്കിലും ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞു എനിക്ക് ബർഗർ കഴിക്കാൻ തോന്നുന്നുണ്ട്, അപ്പൊ എനിക്ക് ബർഗർ മേടിച്ചു തരുന്നു. എന്ത് ബർഗറാ മേടിക്കണം? എനിക്ക് മെക്ഡിയിലെ ബർഗർ. ഇപ്പം ജോളിബീല് പോണം. ജോളിബീല് പോയാൽ കൊള്ളാന്നുണ്ടായിരുന്നു, നോക്കട്ടെ. കൊറേ നാളായില്ലേ നമ്മൾ ബർഗർ കഴിച്ചിട്ട്. ഞാൻ ഇപ്പോ ജോളിബീൽ എന്ന ബർഗർ കഴിക്കാൻ പോകാന്ന് വിചാരിച്ചു. കുറെ നാളായി ഇവിടെ പോയിട്ട്. ഇവിടുത്തെ ബർഗർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത് കഴിക്കാം. Hi, I will get one spicy deluxe burger. Just a burger, and I don't need the tomato. And I will get one pineapple quencher. Okay. This is the lobster, tomato, and pineapple quencher. Anything else? That's it. $15. ബിസിയാണോ അവിടെ? എന്ത്? അപ്പൊ ഞാനൊരു സ്പൈസി ഡിലക്സ് ബർഗറും കോംബോ ആണ് ഓർഡർ ചെയ്തത്, വിത്ത് ഫ്രൈസ് ആൻഡ് ഇവിടുത്തെ പൈനാപ്പിൾ ജ്യൂസ് അല്ല, ഒരു പൈനാപ്പിൾ കൊഞ്ചറാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കോംബോ ആയിട്ടാണ് ഓർഡർ ചെയ്തത്. അനീഷിന് വേണ്ടെന്ന് പറഞ്ഞു, അനീഷിന് വിശക്കണില്ലെന്ന്. പിന്നെ ഇന്നലെ ഞാൻ മലബാർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പം അതിലിപ്പുണ്ട്. അപ്പം അനീഷിന് അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ്. ഭയങ്കര ബിസിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സീറ്റൊന്നുമില്ല. നമുക്ക് അവിടെ ഒരു സീറ്റ് വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോവാം. ഞാനെന്തെങ്കിലും എടുക്കാൻ വന്നായിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. മുമ്പ് ഞാൻ പറഞ്ഞ ആ ഒരു ക്വഞ്ചർ ഇതാണ് കേട്ടോ, പൈനാപ്പിൾ ക്വഞ്ചർ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് സ്പൈസി ഡിലക്സ് ബർഗറാണ് കേട്ടോ. കോംബോ ആയതുകൊണ്ട് വിത്ത് ഫ്രൈസും. അടിപൊളി ബർഗർ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ ടൊമാറ്റോ വരും, അത് ഞാൻ എപ്പോഴും അവോയ്ഡ് ചെയ്യാറുണ്ട്, കാരണം ടൊമാറ്റോ എനിക്കിഷ്ടമല്ല.
ഹലോ ഗൈസ്, ഞാൻ ഡേ തിരിച്ച് വീട്ടിലെത്തിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിടെ എന്നത്തെയും പോലെ തന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇതിൻ്റെ എൻഡിങ് ഒന്നും ഞാൻ എടുത്തു വെച്ചില്ല. ഇതിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഔട്ട്ഡ്രോ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതായിരുന്നു ഒരു ചെറിയ എൻ്റെ ഒരു ഈവനിങ് വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.